പിന്നിൽ നിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ മനാഫ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് മനാഫ് ഖാന്റെ ഈ ഒരു സംരംഭം, മനാഫ് ഖാന്റെ ഈ ഒരു ചാനൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തന ഭാഗമാകട്ടെ. ഔദ്യോഗികമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അല്ലേ സായി? വളരെ സന്തോഷമുണ്ട് മനാഫ് ഖാ. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ ചാനലിൻ്റെ അകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലേ? തീർച്ചയായിട്ടും ഈ ചാനൽ നിലനിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം തീർച്ചയായിട്ടും എനിക്ക് 2 വാക്കുകൾ പറയാം. പറയൂ. അതിൽ കുറേ വീഡിയോസ് എൻ്റെതുണ്ട്. ഫേസ് തൊട്ടെ കുറേ വീഡിയോസ് എൻ്റെതുണ്ട്. 100% ഞാൻ വലിയ രീതിയിലേക്ക് മനാഫ് ഖാനെ സപ്പോർട്ട് ചെയ്യണമെന്നും നാട്ടുകാരോട് പറയാണ്. കാര്യം എന്താ വെച്ചാൽ ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാണ്. 100% ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കണം, 100% ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. മനാഫ് ഖാ എന്നുള്ളത് മനാഫ് ഖാ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനാഫ് ഖാനെ വലിയ കാര്യമായത് എന്താ വെച്ചാൽ എനിക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. 100% മരണം വരെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ മനാഫ് ഖാനോട് പറയാനുള്ളത് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി 100% മനാഫ് ഖാ അതേപോലെ അതേ സ്റ്റാൻഡിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി 100% നിൽക്കണം എന്നുള്ളതാണ് മനാഫ് ഖാ. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്ത്. ഒരുപാട് നന്ദി. ആ വീഡിയോസൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു നീതി കിട്ടണം എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് അല്ലേ കാതറെ? അതെ അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും മനാഫ് കയ്യിലുണ്ടാവും. പക്ഷെ നമ്മുടെ കുത്തിത്തിരിപ്പ് സ്റ്റാർ ഉണ്ട്. അതെ അതെ, നമ്മളെ ചങ്കാണ്. അതായത് ഇതൊരു ഹിസ്റ്ററിയാണ്. ഇത് മൊത്തം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി നമ്മളിത് വരും. മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തില് ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള നമ്മളൊരു വലിയ വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് പരിഹരിച്ചിരുന്നു. അതിന്റെ വീഡിയോ വരട്ടെ, അത് സംസാരിക്കാം. അപ്പൊ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാം. അതെ, ഇതായത് ഇനി അങ്ങോട്ടേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഈ ചാനൽ ഒരു വിദ്വേഷം ഒരു മതസ്പർദ്ധ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സുന്ദരമായ ഒരു ചാനലായിരിക്കും. പിന്നെ ഇതില് ഇവിടെ കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ അല്ലല്ല അതൊരിക്കലും പിന്നെ സായിനെ കുറിച്ച് എനിക്ക് ഒരു വലിയ കാര്യം പറയാനുണ്ട്. ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ 3 പേരും കൂടെ 4 പേര് നൗഷാദ് ചക്കയിലടക്കം ഉള്ള ആളുകൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അതിലിടക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി, നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി, നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി ശരിക്കും ഇതിന് വലിയൊരു പങ്കെടുത്തിട്ടുണ്ട്. സായും ഞാനും കാദർ കരിപ്പൊടിയും ഒക്കെ കൂടെ മനാഫ് ഖാനൊക്കെ വിളിച്ച സമയത്ത് അൽഫൊക്കെ ഉണ്ട്. ഞങ്ങളെ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന നമ്മുടെ വിനോദേട്ടൻ. അപ്പോ എല്ലാവരും ഇതിൽ വലിയൊരു ഭാഗമായിട്ടുണ്ട്. എന്തായാലും മനാഫ് ഖാനോട് എനിക്ക് പറയാനുള്ളത് 100% ഇത് കാദർ ഉദ്ഘാടനം ചെയ്തു. ഒരു അനൗൺസ് വരുന്നുണ്ട്. റോൾ മോഡലാണ്. ഒരു അനൗൺസ് വരുന്നുണ്ട്. ആ അനൗൺസ് പോയി കഴിഞ്ഞിട്ട് നമ്മള് ഇത് പരസ്യമാണെന്ന് ആരും വിചാരിക്കരുത്. വിവിധ കലാപരിപാടികളോടെ ആഘോഷിക്കുകയാണ്. സംഗീതാരാധന, നൃത്തനൃത്യങ്ങൾ, കീബോർഡ്, തബല, വയലിൻ, ഗിറ്റാർ എന്നിവയുടെ പ്രോഗ്രാം, സംഘഗാനം, ചിത്രപ്രദർശനം, കലാക്ഷേത്ര വിദ്യാർത്ഥികൾ അതായത് നമ്മളൊരു റോൾ മോഡലായിട്ട് കാണുന്ന കാദർ കരിപ്പടി, അതേമാതിരി തന്നെ അൽബാബു, ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് നമ്മളെ കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലിനെ നമ്മൾ ഇതുവരെ അർജുൻ്റെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കിൽ അർജുനിൻ്റെ ഒരു ഫ്ലക്സ് യാദൃശികമായിട്ട് അതാ കാണുന്നുണ്ട്. അതൊരു അദൃശ്യ ഒരു സാന്നിധ്യമായതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക. 100% എൻ്റെ ഒരു വിശ്വാസം വെച്ച് എന്താണ് പറയാ, മനാഫ് ഖാ ലോറി ഡ്രൈവർമാരുടെ പിന്നാലെ ഉണ്ടാവും. ഞങ്ങൾ ഉണ്ടാവും കൂടെ. ഞാൻ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി. നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൊടുക്കും. നമ്മൾ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള സമ്മതിക്കൂല. അതെ, അത് വേറെ വിഷയം. നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാവരോടും കൂടി പറയാണ്, ഈ ചാനലിൽ എന്തെങ്കിലും ഒരു പൈസ വരുമാനം വന്നാൽ ഒരു പൈസ പോലും മനാഫിൻ്റെ കുട്ടികളെ തീറ്റിക്കൂല.
ഞാനിത് മൊത്തം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. അതിൻ്റെ കൂലി പഠിച്ച തമ്പുരാൻ അർജുന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഋഷാദ് ക സജീവമായിട്ട് നിന്നൊരു മനുഷ്യനാണ്. ഋഷാദ് ക ഞങ്ങളും വരുന്നുണ്ട്, ഒന്നിച്ച് പോവാം, ഞങ്ങൾ എളുക്കി പോകാൻ. അങ്ങനെ നിങ്ങൾ പോകണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ രണ്ടാമത്തത് എന്താ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മോണിറ്റൈസ് ചെയ്യാത്ത ഒരു ചാനൽ 4.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണത്. അപ്പോൾ മോണിറ്റൈസ് നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷെ എന്താ ഈ മഹത് വ്യക്തികൾ ചെയ്തത് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവർക്കും എന്തായാലും ലോറി ഡ്രൈവർമാരോട് പറയാനുള്ളത്, എനിക്ക് വലിയൊരു വിഷമം പറയാനുള്ളത് അത് നിങ്ങളോട് പറയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയുക, പരസ്പരം വിഷമങ്ങൾ ഉണ്ടാക്കാത്ത നമ്മുടെ കോൺസെപ്റ്റുകളാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത്. ഞാൻ ലോറി ഡ്രൈവർമാരെ ഒരുപാട് വിഷമങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവണം. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ്. ഞങ്ങളൊക്കെ ചാനൽ എന്നതിനപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ചക്രമുള്ള ലോറി 16 വഴിക്ക് ഓടാതെ ഒറ്റ വഴിക്ക് ലോറി 16 ചക്രം ഉണ്ടാവും, 24 ചക്രം ഉണ്ടാവും, പല ചക്രം ഉണ്ടാവും. ആ ചക്രെല്ലാം പല വഴിക്ക് ഓടാതെ ഒരു വഴിക്ക് ഓടട്ടെ. ഇതിനേക്കാൾ അപ്പുറം ഇനി എന്താ വിനോദ സ്കോർ ചെയ്യാണ്. അപ്പൊ പറഞ്ഞ വരെ കേട്ടോക്കെ മരണം വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഉറപ്പ്. അതിൽ ഒരു വ്യത്യാസമേ വരില്ല. കാര്യം എന്താ വെച്ചാൽ എല്ലാ ദിവസവും ഞങ്ങളിത് വീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റംസിലേക്ക് ഒറ്റ ഗ്രൂപ്പായാൽ നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഒറ്റ ശബ്ദമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അവരൊക്കെ ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇത് ഒരു വലിയൊരു സംഭവമായിരിക്കും. ഇത് കേരളത്തിന്റെ മലയാളികളുടെ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഒരു വലിയ നായികക്കല്ലായിരിക്കും. പല രൂപത്തിൽ മോണിറ്റൈസ് ചെയ്യാത്ത 4.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, അതേമാതിരി തന്നെ ഒരു വലിയൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വേർഡുകളൊക്കെ. അവര് വിവാദ നായകന്മാരാണ്. എന്നാൽ ഏറ്റവും എന്താ പറയുക, ഇതിലും മെയിൻ സ്ട്രീം മീഡിയാസിനെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നല്ല ഈ അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാർ ഒരു സംശയമില്ല, വേറെ ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല. അത് മാധ്യമ പ്രവർത്തകർക്കാണ്, കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ്. എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുണ്ട്. അതേമാതിരി ഈ ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാതെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിൻ്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്ത് തന്ന് അവർക്കും നമ്മളെ എല്ലാ ഫാമിലി വക അഭിനന്ദനങ്ങൾ. കൂടുതൽ വലിച്ചു നീട്ടണം. നമുക്ക് എന്തായാലും തീർക്കാൻ ഒരു വലിയ പ്രശ്നം തീർന്നിരിക്കുന്നു. ആ തീർന്ന പ്രശ്നത്തിന്റെ അപ്ഡേറ്റ് ഉടൻ വരും തീർച്ചയായും. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങളെ ജീവൻ പണയം വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, ഉറപ്പായിട്ട് സംസാരിക്കും. അത് വലിയ ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അത്രയും രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങളോട് കൂടെ ഞങ്ങളെ എന്താണ് പറയുക, ഞങ്ങളൊക്കെ ഒരു അനിയന്മാരായി കൂട്ടി സായിനെ ഒരു കാര്യം പറയാം. സായിൻ്റെ വീഡിയോയിൽ ഭയങ്കരമായിട്ട് വളരെ മൈനസ് കമൻറ്റുകളുണ്ട്. പക്ഷെ സായിയും ഞാനും ഒക്കെ കൂടെ ഞങ്ങളെ കൂടെ കൂടിയിട്ടാണ് ശരിക്കും ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചത്. അല്ല, മനാഫ്ക മറ്റേ പല സ്ഥലങ്ങളിലും ഇത് പറയാറില്ലേ, ഇതിന്റെ ബാക്കിൽ ആളുണ്ട്, ഇവര് വിചാരം ഞാനാണ്. അയ്യോ അത് ഈ മനുഷ്യനല്ലേ, അത് വേറെ കുറച്ച് കാര്യങ്ങളാണ്, തുറന്നു പറയാൻ കഴിയാത്ത ഐറ്റംസ് കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും മനാഫ്ക, അതെ താങ്ക് യു. ഞാൻ ഈ ആളുകളെല്ലാരെയും വെച്ചിട്ട് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി ഇതിന്റെ സമാപനാണ്. പിന്നെ കൃത്യം 10 മിനിറ്റിന്റെ ഒരു വീഡിയോ ആയി ഇന്ന് വിശ്വസിക്കുന്നു. പിന്നെ അൽഫുക മനാഫിന്റെ കൂടെ, ബാബുക മനാഫിന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന ആളുകളാണ്. ഇവർക്കൊന്നും ലോറി ഡ്രൈവർമാരുമായിട്ട് സഹകരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഇവരൊക്കെ കട്ടയ്ക്ക് നിന്ന ആളുകളാണ്.
ഇവരെ പരിചയപ്പെടുത്തേണ്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും എന്താണ് പറയുക, നമ്മൾ പറഞ്ഞ പോലെ കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ, നമുക്ക് നീതി വാങ്ങിയെടുക്കാം. ഉറപ്പായിട്ട് മനാഫ്ക എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. മനാഫ്ക, അവസാനിപ്പിക്കാം. ഇതിൻ്റെ സമാപനം ഞാൻ തന്നെ നടത്തുകയാണ്. എൻ്റെ ഒരു ആഗ്രഹം ഇനി 10:10 നടത്തുക എന്നുള്ളത്. അത് അങ്ങനെ ഒരു നല്ലൊരു അല്ല അങ്ങനെയല്ല, ഈ മിനിറ്റുകളെ 10 മിനിറ്റും 10 സെക്കൻഡിലും നിർത്താമെന്ന് വിചാരിച്ച് അത് നീണ്ടുപോയി. ഓക്കെ ഗായ്സ്, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ഇതൊരു സംഭവമായി. പിന്നെ ഇതിലെ എന്താ പറയുക, നമ്മൾ അർജുൻ്റെ വിഷയത്തിൽ ഉണ്ടായ മോശം വശങ്ങൾ ഒഴിവാക്കുക, നല്ല വശങ്ങൾ നമുക്ക് എടുക്കുക, എന്നിട്ട് മുന്നേറുക കേട്ടോ. ഓക്കെ ഗായ്സ്, ഞാൻ വെക്കുകയാണ്. താങ്ക് യു.